ഈ രാജ്യത്തെ മുസ്ലിമും ഈ രാജ്യത്തെ ക്രൈസ്തവനും ഈ രാജ്യത്തെ മതമില്ലാത്തവനും ഈ രാജ്യത്തെ ഹൈന്ദവനും എല്ലാം ഈ രാജ്യത്തോട് തോളോട് തോൾ ചേർന്ന് ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. ഏത് ഇരുമ്പ് മറകൾ കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നാലും അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തകർത്തു തരിപ്പണമാക്കുവാനുള്ള ശേഷി ഇന്ത്യൻ മതേതര മനസ്സിനുണ്ട്, ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. 1 10 10 100 100 1000 പെരുപ്പിച്ച് നുണ തന്നെ പറഞ്ഞ് നുണയാക്കി മാറ്റുന്ന അവസാനം ആളുകളെ കൺഫ്യൂഷനാക്കും. ശരിയേതാ തെറ്റേതാ എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രങ്ങളെ മുഴുവൻ ഐതിഹ്യങ്ങളാക്കുകയും ഐതിഹ്യങ്ങളെ മുഴുവൻ ചരിത്രങ്ങളാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് കാരണക്കാരനാരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അകത്തിടേണ്ടവനെ അകത്തിട്ടിരുന്നെങ്കിൽ, ഇടി കൊടുക്കേണ്ടവനെ ഇടി കൊടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പം ഇന്ന് രാജ്യത്തുണ്ടാവില്ല. മണിശങ്കർ അയ്യർ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ മണിശങ്കർ അയ്യറിനെ കോൺഗ്രസിന് വേണ്ട, നീണ്ട കാലമായിട്ട് സസ്പെൻഷനിലാണ്. കോൺഗ്രസിലെ ബുദ്ധിജീവികളിൽ അതിബുദ്ധിമാനാണ്, പക്ഷെ കോൺഗ്രസിന് വേണ്ട. എന്നാൽ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുക. ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ അവിടെ ഒന്ന് സംസാരിക്കണമെന്ന് തന്നെ തോന്നുന്നത്. കാരണം 2-3 സ്റ്റേറ്റ് പോയതും കയ്യിലിരിപ്പുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പൊ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ചരിത്രങ്ങളെല്ലാം, ഐതിഹ്യങ്ങളെ മുഴുവൻ ചരിത്രങ്ങളാക്കുന്ന കാലഘട്ടം. അതിനിവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളും ബ്യൂറോക്രസിയും രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും സർവ്വതും ഒരുപക്ഷെ ഇപ്പൊ അധികാരം കിട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ആക്കേണ്ടത് ഒന്ന് ഇഡിക്ക് കൊടുക്കുക, ഒന്ന് IBക്ക് കൊടുക്കുക, ഒന്ന് NIAക്ക് കൊടുക്കുക, ഒന്ന് CBIക്ക് കൊടുക്കുക. അവരെയൊക്കെയാണ് മുഖ്യമന്ത്രിമാരാക്കേണ്ടത്. കാരണം അവരാണല്ലോ പണിയെടുത്തത്, പാർട്ടിയല്ല പണിയെടുത്തത്, BJP അല്ല പണിയെടുത്തത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിമാരാകേണ്ടത് അവരാ. മിക്കവാറും അവരെ ആക്കാനാണ് സാധ്യത. ഇപ്പോ രാജസ്ഥാനിൽ അടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തെ 1900 അവസാനിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബാബരി മസ്ജിദ് എന്ന മഹത്തായ സംസ്കൃതിയെ, മഹത്തായ അടയാളത്തെ, അതിനെ ഇല്ലായ്മ ചെയ്ത് അതിനെ മറവിയുടെ കാണാക്കയത്തിലേക്ക് വലിച്ചെറിയുവാനുള്ള ഏത് നീക്കത്തെയും അതിശക്തമായി പ്രതിരോധിക്കുവാൻ തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തീരുമാനം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1000 ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചാപ്പകുത്തിയാലും ഞങ്ങളുടെ ചുണക്കുട്ടികളെ കാരാഗ്രഹത്തിലടച്ചാലും പോയ കാലത്തിന്റെ ധീരദേശാഭിമാനികളുടെ രക്തമാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അഭിമാനത്തോടുകൂടി രാജ്യത്തിന് കാവൽ നിൽക്കാൻ, രാജ്യത്തിനൊപ്പം നിൽക്കാൻ, രാജ്യത്തിന്റെ വികാരത്തോട് ചേർന്ന് നിൽക്കാൻ ഓരോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കും ഓരോ പ്രവർത്തകനും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ ചരിത്ര ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വന്നവരാണ് ഈ സഖാക്കളെന്ന് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും തിരിച്ചറിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ താമരക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മുസ്ലിംകളുടെ കൈകളിൽ നിന്ന് അന്യായമായി തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്ന ബാബരിയുടെ ഭൂമിയിൽ ഞങ്ങൾ ഉയർത്താൻ പോകുന്ന രാമക്ഷേത്രത്തിൽ ദർശനത്തിന് സൗകര്യമുണ്ടാകും, തീർത്ഥാടനത്തിന് സൗകര്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ രാജ്യത്തിന്റെ ദേശീയത മതനിരപേക്ഷതയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന്റെ അവസാന ശ്വാസവും ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം തന്നെ അതിനെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ മുസ്ലിങ്ങൾ രാഷ്ട്രീയ ഒറ്റപ്പെടലിനും അസ്പർശ്യതക്കും വിധേയമാകുമ്പോൾ നാളിതുവരെ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ മാറി മാറി നിയന്ത്രിച്ചവർക്ക് ഒന്നും പറയാനില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അറിയുമോ നിങ്ങൾക്ക്, ആഗോള പട്ടിണി സൂചികയുടെ കണക്ക് പ്രകാരം 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്
നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിണിയില് 101 സ്ഥാനത്തേക്ക് ഇന്ത്യ കുപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയേക്കാൾ കൊടിയ പട്ടിണിയിലായിരുന്ന മറ്റുള്ള പല രാഷ്ട്രങ്ങളും, പാകിസ്ഥാൻ പോലെയുള്ള, ലിബിയ പോലെയുള്ള ആഭ്യന്തര സംഘർഷങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന പല രാഷ്ട്രങ്ങളും ഇന്ന് സുഭിക്ഷത കൈവരിച്ചു. പക്ഷേ ഇവിടെ ഇന്നും വർഗീയതയാണ് തെരഞ്ഞെടുപ്പ് ഗോതകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഗീയതയ്ക്കു വേണ്ടിയാണ് രാജ്യത്തെ BJP സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. കണ്ണുകുഴിഞ്ഞെല്ലുമ്പി കൈകാലുകൾ ശോഷിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുഞ്ഞുങ്ങളെ തോളിലേറ്റി മൺകുടം വെച്ച് മണിക്കൂറുകളോളം ടാപ്പുകൾക്ക് മുന്നിൽ കാത്തുകെട്ടിക്കിടക്കുന്ന അമ്മമാരുടെ, ഉമ്മമാരുടെ വികാരം പരിഗണിക്കുന്നതിന് പകരം രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ അപകടത്തിലാണ്, അതുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നവർ രാജ്യത്തെ ആത്യന്തികമായി നയിക്കുന്നത് നാശത്തിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്, ഒരു മനോഹരമായ കവിതയാണ്. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. മങ്ങിയ കാഴ്ചയല്ല ഇന്ത്യൻ ഭരണകൂടം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് മഞ്ഞ കാഴ്ചകളാണ്. മഞ്ഞ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. മഞ്ഞ എന്നുള്ളത് സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു ഭയാനകതയുടെ, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലും കാണാത്ത ഫാസിസത്തിൻ്റെ ഒരു വലിയ കരുതലാണ്. ആ ഫാസിസത്തിൻ്റെ കരുതലാണ് അവരാദ്യം ജുനൈദിനെ കൊന്നുകളഞ്ഞത്. ജുനൈദിനെ കൊന്നുകളഞ്ഞപ്പോൾ ബീഫ് കൊണ്ടുവരുമ്പോൾ ജുനൈദിനെ അവർ ബസ്സിൽ നിന്ന് മുസാഫർ നഗറിൽ നിന്ന് പിടിച്ചിരുത്തിട്ട് ഉമ്മ പെരുന്നാളിന് നല്ല ബീഫ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വഴിയുടെ ശങ്കുലി കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ മകൻ 1.5 കിലോ ബീഫിന് പോയ ജുനൈദിനെ സംഘപരിവാർ ആസൂത്രികർ, സംഘപരിവാർ ഭീകരർ, സംഘപരിവാർ എന്ന് പറയുന്ന സാഡിസ്റ്റ് കൂട്ടങ്ങൾ ജുനൈദിനെ കൊന്നുകളഞ്ഞു. അത് ബീഫ് വെച്ചതിൻ്റെ പേരിൽ. അങ്ങനെ നമ്മൾ നിസ്സംഗത പാലിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തെ സ്വീകരിക്കാൻ അതിഷ്ടപ്പെടുന്ന ആളുകൾ പോലും തയ്യാറാവുകയില്ല എന്ന തിരിച്ചറിവ് നേടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 2014 33% നേടി വോട്ട് നേടി അധികാരത്തിൽ വന്നൊരു പാർട്ടിയെ നിങ്ങളുടെ ഭിന്നിപ്പ് കാരണം, നിങ്ങൾ ഈ മതേതര പാർട്ടികൾ മുഴുവനും ജനങ്ങളുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ചത് കാരണം പിന്നീട് ഇങ്ങോട്ട് 2019 നമ്മൾ കണ്ടത് 36% വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നൊരു BJP ആയിരുന്നെങ്കിൽ ഇനിയും അതേ നിലപാടാണ് നമ്മൾ തുടരുന്നത് എങ്കിൽ 2024 തെരഞ്ഞെടുപ്പിലും ഈ ദുരന്തം തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. അതായത് അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അത് സഹിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പൂർണ്ണമായിട്ടും നിശ്ചലമാക്കപ്പെടും. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം പൂർണ്ണമായും തകർക്കപ്പെടുന്നൊരു സാഹചര്യം, ഇങ്ങനെ രാജ്യവിരുദ്ധമായിട്ടുള്ള രാജ്യത്തെ തകർക്കപ്പെടുന്നൊരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ തന്നെയും എല്ലാ മതേതര പാർട്ടികളും രാജ്യത്തിൻ്റെ സുരക്ഷയിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് BJP എന്ന് പറയുന്ന അർബുദത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ തയ്യാറാവണമെന്ന് മാത്രമാണ് ബാബരി മസ്ജിദിനോട് കാണിച്ച അനീതിയുടെ ഈ 31 വർഷം പൂർത്തിയാവുന്ന ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ മതേതര പാർട്ടികളോടും ജനങ്ങളോടും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പോയിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഉത്തരവാദി? ഉത്തരവാദി ഇവിടുത്തെ നിയമപാലനം കൈകാര്യം ചെയ്യുന്നവർ തന്നെ. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. RSSന്റെ ചെയ്തിയിൽ മൗനം അഭിമുഖീകരിക്കുന്ന, മൗനം തുടരുന്ന രാഷ്ട്രീയ